ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. പറ്റത്തില്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് റൂമിലെത്തിയതും ആര് കാര്യങ്ങളൊക്കെ പറഞ്ഞതും ദേഷ്യത്തിൽ കയ്യിലുള്ള ഫോൺ നിലത്തേക്ക് എറിഞ്ഞാണ് മാഹി തൻ്റെ ദേഷ്യം തീർത്തത്. മാഹിയേട്ടാ. മാഹിയുടെ അലറിയിൽ ആരും ഒന്ന് പേടിച്ചു പോയെങ്കിലും ഭയം പുറത്ത് കാണിക്കാതെ വിളിച്ചു. പറ്റത്തില്ല ആരുഷി, ഇതിന് ഞാൻ സമ്മതിക്കില്ല. ആരും എന്തോ പറയാൻ വന്നതും എന്താണ് അവൾ പറയാൻ വരുന്നതെന്ന് മനസ്സിലാക്കിയ മാഹി അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. മാഹിയേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ദേഷ്യം കൊണ്ട് പിറക്കുന്ന അവൻ അരികിലേക്ക് വന്നുകൊണ്ട് ആര് പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട, നീ ഓഫീസിലേക്ക് പോകണ്ട. അതിനു വേണ്ടിയല്ല ഞാൻ ലക്ഷങ്ങൾ മുടക്കി ആ സ്കൂൾ വാങ്ങിയിട്ടത്. എന്നോട് ചോദിക്കാതെ എൻ്റെ ഭാര്യയെ പിടിച്ച് അവിടെ നിയമിക്കാൻ അയാൾക്ക് എന്താ അവകാശം? ദേഷ്യത്തിൽ തൻ്റെ കയ്യിൽ പിടിച്ച ആരുവിൻ്റെ കൈകൾ തട്ടിമാറ്റിക്കൊണ്ട് മാഹി പറഞ്ഞു. അതിന് ഞാൻ സ്കൂളിലേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ആഴ്ചയിൽ 2-3 ദിവസം അല്ലേ പോകൂ. ആരും മാഹിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമം നടത്തി. വേണ്ട വേണ്ട വേണ്ട, എൻ്റെ തീരുമാനത്തിന് മാറ്റില്ല. മാഹി തൻ്റെ വാശി ഒട്ടും കുറക്കാതെ പറഞ്ഞു. മാഹി എൻ്റെ തീരുമാനത്തിൽ മാറ്റൊന്നുമില്ലേ? മാഹിയെ നോക്കി ഗൗരവത്തിൽ ആര് ചോദിച്ചു. ഇല്ല, എൻ്റെ തീരുമാനം ഇനി മാറുകയില്ല. മുഖം വീർപ്പിച്ച് പിടിച്ച് ഗർവോടെ മാഹി പറഞ്ഞു. ഓ, അങ്ങനെയാണോ? എന്നാ മാഹിയേട്ടനെ എന്നെ അങ്ങ് ഡിവോഴ്സ് ചെയ്തേക്ക്. എന്താ? ആര് പറഞ്ഞത് കേട്ട് ഞെട്ടിക്കൊണ്ട് മാഹി ചോദിച്ചു. മാഹിയേട്ടനെ എന്നെ അങ്ങ് ഡിവോഴ്സ് ചെയ്തേക്കെന്ന്. ഞാനൊരു കാര്യം പറഞ്ഞ് അനുസരിക്കാത്ത ഭർത്താവിന് എനിക്ക് വേണ്ട. മാഹിയേട്ടൻ എന്നോടൊരു സ്നേഹമില്ല, അതുകൊണ്ടാണല്ലോ എന്നെ സമ്മതിക്കാത്തത്. അതിനൊക്കെ എൻ്റെ ദേവേട്ടൻ എന്തൊക്കെയായാലും പ്രേമിച്ച് നടക്കുന്ന അന്ന് എന്നെ കൈവെള്ളി വെച്ചാ കൊണ്ടു നടന്നത്. എൻ്റെ ഒരു ആഗ്രഹത്തിന് എതിര് നിൽക്കില്ലായിരുന്നു. ദേവനോടൊരു ഫീലിങ്സും ഉള്ളിലില്ലെങ്കിലും മാഹിയെ കുശുമ്പ് കയറ്റാൻ വേണ്ടി ആര് പറഞ്ഞു. കാരണം അവൻ്റെ ഈ വാശി മാറ്റാൻ ഇതേ ഒരു വഴിയുള്ളൂന്ന് അവൾക്കറിയാം. അത്രയും പറഞ്ഞ് ആരിടങ്ങാനിട്ട് മഹിയെ നോക്കി. സംഗതി ഏൽക്കുന്നില്ലെന്ന് മഹിയുടെ മുഖത്തിൽ നിന്ന് തന്നെ ആരോരും മനസ്സിലായി. ഞാൻ ഇപ്പം എൻ്റെ ദേവേട്ടൻ്റെ അടുത്തേക്ക് ചെന്നാലേ ശ്രേയെ ഉപേക്ഷിച്ചിട്ട് എന്നെ കൂടെ കൂട്ടും. ആ മനസ്സിൽ ഇപ്പോഴും ഞാനാ. അതുകൊണ്ടാ ശ്രേയെ വീട്ടിൽ തന്നെ കൊണ്ടുവിട്ടത്. ദേവേട്ടനെ പോലെ. ആര് പറഞ്ഞു തീരും മുമ്പേ മഹി ദേഷ്യത്തിൽ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. അവളുടെ ഒരു കോവേട്ടൻ കൊല്ലും ഞാൻ ആ നായെ. നീ എന്റെയാ, എന്നും അങ്ങനെ മതി. ഇനി നിന്റെ വായിന്ന് ആ നായിന്റെ മോന്റെ പേര് വന്നാ തീർക്കും ഞാൻ അവനെ. നിന്നെ ഞാൻ മാത്രം സ്നേഹിച്ചാൽ മതി, നീയും എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി. മനസ്സിലായോടി? ആരുവിന്റെ കവളിൽ പിടിമുറുക്കി കണ്ണും മുഖവും എല്ലാം ചുവപ്പിച്ച് ദേഷ്യത്തിൽ മഹി പറഞ്ഞതും വേദനക്കിടയിലും ആരും അതേന്ന രീതിയിൽ തലയാട്ടി. മഹി ആരുവിന്റെ കവളിലെ പിടിവിട്ടു. എന്ത് പിടിയെ ചെകുത്താനെ പിടിച്ചത്? എന്റെ കവിള്. ആര് വേദനയെടുത്ത് പുകയുന്ന കവിളൊഴിഞ്ഞു നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. എന്നാൽ മാഹിക്ക് തന്നോടുള്ള സ്നേഹം ആ വേദനക്കിടയിലും അവളുടെ ഉള്ളം നിറച്ചു. സോറി, നീ ആ പന്നയുടെ പേര് പറഞ്ഞിട്ടല്ലേ എനിക്ക് ദേഷ്യം വന്നത്. ആര് കവിളി ഒഴിയുന്നത് കണ്ട് അവളുടെ കവിളിൽ തലോടി വിഷമത്തിൽ മാഹി പറഞ്ഞതും ആരവനെ ഇറുകപ്പെടുന്നു. ഒന്ന് സമ്മതിക്കും മാഹിയേട്ടാ, വല്ലപ്പോഴും മാത്രമല്ല ഞാൻ അച്ഛൻ്റെ കൂടെ ഓഫീസിലേക്ക് പോകൂ. അച്ഛന് പ്രായമായി വരികയല്ലേ, അതുകൊണ്ട് കൈസഹായം അത്രയേ ഉള്ളൂ. എന്തൊക്കെയായാലും മാഹിയേട്ടൻ്റെ സ്വന്തം അച്ഛനല്ലേ. ആ അച്ഛൻ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടാതെ നിൽക്കാനെങ്കിലും എന്നെ പോകാൻ സമ്മതിച്ചൂടെ? പ്ലീസ്, എൻ്റെ മുത്തല്ലേ. മഹിയുടെ നെഞ്ചിൽ മുഖം ചേർത്ത് അവനെ നോക്കി മഹിയുടെ താടിയിൽ പിടിച്ച് മുഖമാട്ടിക്കൊണ്ട് ആര് ചോദിച്ചു. നീ പോക്കോ, അയാളുള്ള സ്നേഹം കൊണ്ട് സംഭവിച്ചൊന്നുമല്ല. നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം. പിന്നെ പോകുന്നതൊക്കെ കൊള്ളാം. എൻ്റെ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ എൻ്റെ വിധം മാറും. നേരത്തെ കാലത്ത് വീട്ടിലെത്തിയേക്കണം. എൻ്റെ കാര്യത്തിൽ വല്ല മുടക്കം വന്നാ നിന്നെ ഓഫീസിൽ തൂക്കിയെടുത്തോണ്ട് വന്നിട്ട് ഇവിടെ പൂട്ടിയിടും ഞാൻ, പറഞ്ഞേക്കാം. മനസ്സില്ലാ മനസ്സോട് അർത്ഥസമ്മതം നൽകിക്കൊണ്ട് മാഹി പറഞ്ഞതും ആരുവിന്റെ മുഖം വിടർന്നു. എന്റെ പൊന്നെ, ഞാൻ ശ്രദ്ധിച്ചോളാം എല്ലാം. മാഹി സമ്മതിച്ച ദേഷ്യത്തിൽ അവൻ ഇറക്കപ്പെടുന്ന അതും പറഞ്ഞ് ആരും ഉയർന്നു പൊന്തി വീർപ്പിച്ചു വെച്ച് അവൻ്റെ ഇരു കവളിലും ചുണ്ടുകൾ ചേർത്തു. പിറ്റേന്ന് രാവിലെ തന്നെ ആരും മാഹി സംഭവിച്ച കാര്യം സൂര്യയോട് പറഞ്ഞതും ആരുവിനേക്കാൾ സന്തോഷം സൂര്യക്കായിരുന്നു. മാഹിയെ സോപ്പിട്ട് ഒരാഴ്ച സ്കൂളിലേക്ക് പോകാതെ സൂര്യയുടെ കൂടെ ഓഫീസിലേക്ക് പോയി ഏകദേശം എല്ലാ കാര്യങ്ങളും പഠിച്ചെടുത്തു. ഇതൊന്നും മാഹിക്കത്രക്ക് ദഹിക്കുന്നില്ലെങ്കിലും ആരുവിനെ സങ്കടപ്പെടുത്തേണ്ടെന്ന് കരുതി മാത്രം മാഹി ഒന്നും മിണ്ടാൻ പോയില്ല. എന്നാൽ ഇതൊന്നും ഇഷ്ടപ്പെടാതെ എല്ലാം തകർക്കാൻ തക്കം പാർത്തി നടക്കുന്ന വ്യക്തിയെ മാത്രം ആരും മനസ്സിലാക്കിയിട്ടില്ല. അവരോടുള്ള മതിപ്പിലും സ്നേഹത്തിലും എല്ലാവരുടെയും കണ്ണുകൾ അന്ധമായി പോയിരുന്നു. രാവിലെ എണീറ്റ് കിച്ചണിലേക്ക് വന്ന ആര് കാണുന്നത് കിച്ചണിൽ എന്തോ ആലോചിച്ച് നിൽക്കുന്ന ഇന്ദുവിനെയാണ്. ഹലോ, എന്തെത്ര ആലോചന? ഇന്ദുവിന്റെ ചെവിക്കരികിൽ മുഖം അടുപ്പിച്ചുകൊണ്ട് ആരും ഇത്തിരി ഉറക്കെ ചോദിച്ചതും പെട്ടെന്നായതും ഇന്ദു ഞെട്ടി വെപ്രാളത്തിൽ തിരിഞ്ഞ ആരുവിനെ നോക്കി. എന്താ? ആര് സംശയത്തിൽ ഇന്ദുവിനെ പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നതായിരുന്നു. മുഖത്ത് ചിരി വരുത്തിക്കൊണ്ട് അതും പറഞ്ഞ് അവർ തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. ആ
അല്ല ഇന്ന് സീതമ്മ എവിടെ? ചേച്ചി കിടക്ക, BP ഒന്ന് കുറഞ്ഞു, അതിന് മരുന്ന് കഴിച്ച് കിടക്കുക. തൻ്റെ പണിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഇന്ദു പറഞ്ഞതും ഇപ്പൊ പോയി സീതയെ ശല്യം ചെയ്യുന്നത് കരുതി ഇന്ദുവിനൊപ്പം കിച്ചണിൽ ഓരോന്ന് ചെയ്തു നിന്നോളൂ. മോള് പോയേ കറിവേപ്പില പൊട്ടിച്ചോണ്ട് വന്നേ, ഞാൻ ഈ കറി ഒന്ന് വറവിട്ടെ. ഇന്ദു ആരുവിനോടായി പറഞ്ഞതും ആര് പാത്രം കഴുകുന്നത് നിർത്തി തൊടിയിലേക്ക് ഇറങ്ങി. കുളത്തിൻ്റെ അടുത്തുള്ള മരത്തിൽ നിന്ന് പറിച്ചാൽ മതി, കുളത്തിലൊന്നും ഇറങ്ങേണ്ട കേട്ടോ, നല്ല ആഴമുള്ളതാണേ. പോകുന്ന ആരുവിനെ നോക്കി ഇന്ദു വിളിച്ചു പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മേ. ഇന്ദുവിനോടായി പറഞ്ഞ ആരും മുന്നോട്ട് നടന്നു. തൊടിയിലെ മരങ്ങൾക്കിടയിലൂടെ കുളത്തിന്റെ ഭാഗത്തേക്ക് നടക്കുമ്പോൾ ആരോ തന്നെ പിന്തുടരുന്ന പോലെ തോന്നി. ആര് പല പ്രാവശ്യം തിരിഞ്ഞു നോക്കിയെങ്കിലും അവൾക്ക് ആരെയും കാണാൻ പറ്റിയിരുന്നില്ല. കുളത്തിന്റെ സൈഡിലുള്ള മരത്തിൽ നിന്നും കറിവേപ്പില പൊട്ടിക്കുന്നിടയിൽ ആര് താഴേക്ക് നോക്കി. ആകെ പായലും ചണ്ടികളും നിറഞ്ഞു നിൽക്കുകയാണ്. താൻ നിൽക്കുന്ന ഭാഗത്ത് കുളത്തിന് ആഴം കൂടുതലാണെന്ന് അവൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആര് ശ്രദ്ധയോടെയാണ് അവിടെ നിന്നത്. പെട്ടെന്ന് പിന്നിൽ നിന്നും ശക്തമായൊരു തള്ളൽ കിട്ടിയതും ആര് ബാലൻസ് കിട്ടാതെ കുളത്തിലേക്ക് വീണു പോയിരുന്നു. നില കിട്ടാതെ പലവട്ടം ആര് വെള്ളത്തിലേക്ക് താഴ്ന്നു പോയെങ്കിലും ഒരുവിധം എങ്ങനെയൊക്കെയോ ആര് നീന്തി പടവിൽ കയറി. പടവിലിരുന്ന് ആരോ ആശ്വാസത്തോടെ ആഞ്ഞ് ശ്വാസം വലിച്ച് ദേഹത്തും തലയിലും പറ്റിയ പായലെടുത്ത് കളഞ്ഞു. തന്നെ ആരോ മനഃപൂർവ്വം വെള്ളത്തിലേക്ക് തള്ളിയിട്ടതാണെന്ന് ആരുവിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ വേഗം എണീറ്റ് മുന്നിൽ മതിൽ കെട്ടി പിടിപ്പിച്ച വാതിലും തുറന്ന് മുന്നോട്ട് നടന്നു. ആ പരിസരത്ത് ആരെയും കാണാതെ വന്നതും ആര് സംശയത്തിൽ ചുറ്റും നോക്കി മുന്നോട്ട് നടന്നു. ശ്രദ്ധിക്കാൻ പറഞ്ഞതല്ലായിരുന്നു മോളെ, കുളത്തിൽ വീണ്ടൊന്നും പറ്റിയില്ലല്ലോ. ആരുവിനെ കണ്ടതും വേഗത്തിൽ അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ഇന്ദു ചോദിച്ചു. എന്നാൽ താൻ കുളത്തിൽ വീണ കാര്യം ഇന്ദു എങ്ങനെ അറിഞ്ഞു എന്നത് ആരുവിന് സംശയമുളവാക്കി. ഞാൻ വെള്ളത്തിൽ വീണ കാര്യം അമ്മ എങ്ങനെ അറിഞ്ഞു? ആര് തന്റെ മനസ്സിലെ ചോദ്യം ഒളിപ്പിക്കാതെ ഇന്ദുവിനോട് തുറന്ന് ചോദിച്ചു. പെട്ടെന്നുള്ള അവളുടെ ചോദ്യത്തിൽ ഇന്ദുവൊന്ന് പതറി. അതാര് വ്യക്തമായി കണ്ടതും അവളിൽ പല സംശയങ്ങളും മുളപൊട്ടി. അത് മോള് നിറഞ്ഞു വരുന്നത് കണ്ടപ്പോൾ മനസ്സിലായി വെള്ളത്തിൽ വീണുവെന്ന്. സംശയം നിൽക്കാതെ വേഗം പോയി തല തുവർത്തി ആ നനഞ്ഞ ഡ്രസ്സ് മാറ്റ്, ഇല്ലേ പനി പിടിക്കും. അത്രമാത്രം പറഞ്ഞ് ഇന്ദു വേഗം ഉള്ളിലേക്ക് പോയതും ആര് തൻ്റെ ഉള്ളിൽ ചിന്തകളെ കൂട്ടിയും കിടച്ച് നോക്കി റൂമിലേക്ക് പോയി. നീ എന്താ വീണ്ടും കുളിച്ചോ? ഫ്രഷായി ഇറങ്ങി വന്ന മഹി നനഞ്ഞ ഡ്രസ്സ് മാറ്റുന്ന ആരുവിനെ കണ്ട അത്ഭുതത്തിൽ ചോദിച്ചു. എന്നാൽ എന്തോ ആലോചിച്ച് ഡ്രസ്സ് മാറ്റുന്ന ആരു മഹി ചോദിച്ചത് കേട്ടിരുന്നില്ല. ഏതോ ലോകത്തെന്ന പോലെ ആര് നിൽക്കുന്നത് കണ്ട് മഹി അവളുടെ ഷോൾഡറിൽ പാതിയെ അടിച്ചുകൊണ്ട് ചോദ്യം ആവർത്തിച്ചു. ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് നിൽക്കായിരുന്നു. നീ എന്തിനാ വീണ്ടും കുളിച്ചത്? ആരുവിനെ സംശയത്തിൽ നോക്കിക്കൊണ്ട് മഹി ചോദിച്ചു. അത് പിന്നെ ഞാൻ കറിവേപ്പില പൊട്ടിക്കാൻ പോയതാ, കാല് തന്നെ കുളത്തിൽ വീണു. തോർത്തുകൊണ്ടും മുടി തോർത്തിക്കൊണ്ട് ആര് പറഞ്ഞു. നിനക്ക് എന്താ അരിശി, തീരെ ബോധല്ലേ? അതാ പണിക്കാരെ കൊണ്ടൊക്കെ പറയിപ്പിച്ചാൽ പോരെ, നീ എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? അത് നല്ല ആഴമുള്ള കുള, നിനക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ആരുവിന്റെ കയ്യിൽ നിന്നും തോർത്തു വാങ്ങി അവളുടെ തല തുടച്ചു കൊടുത്ത ആദ്യോടെ മഹി പറഞ്ഞതും ആര് ചിരിയോടെ മഹിയോട് ചേർന്ന് നിന്നു. അത്രയ്ക്ക് ഇഷ്ടാണോ മഹിയേട്ടനെ എന്നെ? മഹിയെ നോക്കി ചെറു ചിരിയോടെ പുരികം പൊക്കിക്കൊണ്ട് ആര് ചോദിച്ചു. ഒത്തിരി ഇഷ്ടം, നീ ഇല്ലാതെ ഇപ്പൊ പറ്റത്തില്ലടി. അവൾ ഇറുകപ്പെടുന്ന കൊച്ചുകുട്ടികളെ പോലെ കണ്ണു നിറച്ചുകൊണ്ട് മഹി പറഞ്ഞതും സന്തോഷം കൊണ്ട് ആരുവിന്റെ കണ്ണും മനസ്സും നിറഞ്ഞു. ഞാൻ എൻ്റെ മഹിയേട്ടനെ വിട്ട് എങ്ങോട്ടും പോകില്ല. മഹിയെ തിരികെ ഇറുകപ്പെടുന്ന ആ കവളിൽ മാറി മാറി ചുംബിച്ചുകൊണ്ട് ആര് പറഞ്ഞു. അതെന്താ ഇത്ര ഉറപ്പ്? നിനക്ക് ആ ദേവനല്ലേ ഇഷ്ടം? ആരുവിനെ നോക്കി കെറുവോടെ മഹി പറഞ്ഞു. ആരാ പറഞ്ഞത് എനിക്ക് എൻ്റെ മഹിയേട്ടനെ ഇഷ്ടം? എൻ്റെ ഈ മഹിയേട്ടനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് വേറെ ആരും. പിന്നെ ദേവേട്ടൻ, ഒരു കാലത്ത് ഞാൻ അയാളെ സ്നേഹിച്ചിരുന്നെന്ന് സത്യമായിരുന്നു. പക്ഷേ ഇപ്പത്തെ ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പാ തോന്നുന്നത്. അത് പറയുമ്പോൾ ആരുവിൻ്റെ മുഖത്തെ ഭാവം മാറി ദേവനോടുള്ള ദേഷ്യം അനിഷ്ടവും നിറഞ്ഞു. എന്നാൽ ആര് പറഞ്ഞത് കേട്ട് വിടർന്നത് മഹിയുടെ മുഖമായിരുന്നു. അവൾക്ക് ദേവനേക്കാൾ തന്നെയാണ് ഇഷ്ടമെന്ന് അറിയാമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അത് അവളുടെ വായിൽ നിന്നും കേൾക്കുന്നത് അവന് അത്രയും ഇഷ്ടമുള്ള കാര്യമാണ്. സന്തോഷത്തോടെ തന്നെ മഹി അവളുടെ നെറുകയിൽ ചുംബിച്ചു. പതിയെ അവിടെ നിന്നും അവൻ്റെ അതരങ്ങൾ തെന്നിമാറി മൂക്കുന്തും വഴി അവളുടെ കവളിലെത്തി. ആരുവിൻ്റെ ഇരു കവളിലും ചുംബനം വർഷിച്ച് മഹിയുടെ അതരം അവളുടെ അതരത്തെ പൊതിഞ്ഞു. ആരുവിനൊന്ന് തിരിച്ചു ചുംബിക്കാൻ ഇട നൽകാതെ മഹി ആരുവിനെ ചുംബിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി ആരുവിൻ്റെ കൈകൾ മഹിയുടെ തോളിലും മുതുകിലുമായി മുറുക്കി. ആരുവിനെ പൊതിഞ്ഞു പിടിച്ച മഹിയുടെ കൈകൾ അവളെ കൂടുതൽ തന്നിലേക്ക് വരിഞ്ഞു മുറുക്കി. ഭ്രാന്തമായ ആവേശത്തോടെ മഹി ആരുവിൻ്റെ കീഴ്ചുണ്ടും മേൽചുണ്ടും മാറി മാറി നടന്നു. ഇടയ്ക്ക് നാവുകൾ തമ്മിൽ പരസ്പരം കെട്ടിപ്പിണഞ്ഞ് കൈകൾ അവളുടെ ശരീരത്തെ തലോടി കടന്നുപോയി. ശ്വാസം വിലങ്ങായി വന്നതും ആരുവിൻ്റെ കീഴ്ചുണ്ടൊന്ന് കടിച്ചു വലിച്ചു വിട്ട് മഹി അവളുടെ അതരങ്ങൾ മോചിപ്പിച്ചു. ആരു തളർച്ചയോടെ അവനെ നെഞ്ചിലേക്ക് പറ്റി നിന്നു. നിമിഷങ്ങൾ കഴിഞ്ഞു പോകുന്നത് അറിയാതെ അവൻ്റെ ഹൃദയതാളം ശ്രവിച്ച് ആരും അങ്ങനെ നിന്നു. താഴെയൊന്നും സീത വിളിച്ചപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. സീതമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കാകും,
മാഹിയേട്ടൻ വേഗം ഡ്രസ്സ് മാറ്റി വാ. മാഹിയുടെ നെഞ്ചിൽ നിന്നും മടന്നു മാറി അത്രയും പറഞ്ഞ് മുഖമൊന്ന് അമർത്തി തുടച്ച് ആര് വേഗം താഴേക്ക് ഓടി.